ഒരു ആളുടെ ഒരു മിസ്റ്റേക്ക് കാരണം, അതും അവരറിയാതെ ചെയ്തു പോകുന്ന ഒരു മിസ്റ്റേക്ക് കാരണം ആരൊക്കെ അതിൽ എഫക്റ്റ് ആവുന്നു. എല്ലാവരും നാട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് പോകുന്നത് തൻ്റെ സ്വപ്നങ്ങളെ നേടിയെടുക്കാനാണ്. സോ ഇതിൽ നോൺ ലീനിയർ ആയതുകൊണ്ട് തന്നെ ഇതൊരു പസിൽ മേക്കിംഗ് പോലെയാണ് ഈ എൻറ്റയർ ഫിലിം. പക്ഷേ എൻ്റെ കഥ അതുപോലെയല്ല. ലാസ്റ്റ് ഡേ ഒക്കെ ആയപ്പോഴത്തേക്കും ഡയറക്ടർ പുനീത് സാർ ചോദിച്ചു, നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലല്ലോ ഇതുവരെ എന്താ സംഭവിക്കുന്നത്. അതെ അതെ അതെ, ചേച്ചി ഇഷ്ടമല്ല. തീർച്ചയായിട്ടും. അങ്ങനെ മജീദൊക്കെ കാണുമ്പോൾ വളരെ സുന്ദരനാണെങ്കിൽ ഇത് ഏറ്റവും വലിയ കൊടും വിരലാണ്. കൊടും വിരലൻ ചെയ്യുമല്ലോ നമുക്കൊക്കെ. ഏത് സ്ഥലത്ത് ഫിലിം വന്നാലും പെട്ടെന്ന് പിക്ക് ചെയ്യുന്ന അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക കഴിവ് നമ്മളെല്ലാവരും പറയാറുണ്ട്. മേങ്ങാതെ മോങ്ങിയിട്ട് മടങ്ങാൻ ക്ഷേണായി വേറെ ജനിക്കാം. ഹായ്, വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ട്രെയിലർ റിലീസിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന ഒരു ചിത്രമാണ് അച്യുതാവതാരം. ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം എത്തിയിരിക്കുന്നത് കാസ്റ്റ് ആൻഡ് ക്രൂസ് ആണ്. നമുക്കിന്ന് അവരെ പരിചയപ്പെടാം. വെൽക്കം. താങ്ക് യു. അപ്പം ഞാനായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നില്ല, നിങ്ങൾ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തിയാൽ മതി. കാരണം എല്ലാവർക്കും ഒരുപാട് അറിയാൻ താല്പര്യം ഉണ്ടാവും. അതെ അതെ. അപ്പം ആദ്യം അച്യുതയിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തായാലും സോ എൻ്റെ പേര് മാളവിക നന്ദൻ. ഞാനൊരു ലോ സ്റ്റുഡൻ്റ് ആണ്, ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. സോ ഈ ക്യാരക്ടറിന് വേണ്ടത് ഒരു ഡാൻസറായിരുന്നു, ക്ലാസിക്കൽ ഡാൻസറായിരുന്നു. സോ ഞാനൊരു ഭരതനാട്യം, കുച്ചിപ്പുടി ആൻഡ് മോഹിനിയാട്ടം ക്ലാസിക്കൽ ഡാൻസർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് കറക്റ്റ് ടൈമിലായിരുന്നു ഇതിൻ്റെ ഓഡിഷൻ വന്നത്. സോ അങ്ങനെയാണ് ഞാൻ അച്യുതാവതാരത്തിൽ ഹീറോയിനായിട്ട് എനിക്ക് കാസ്റ്റിംഗ് ചെയ്യാൻ പറ്റിയത്. സോ അച്യുത എന്ന് പറയുന്നൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളൊരു ട്രഡീഷണൽ ഫാമിലിയിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണ്. സോ അവള് നാട്ടിൽ നിന്ന് അവൾ സിറ്റിയിലോട്ട് അവൾ പോകുന്നു. അവൾ അവിടെ പഠിക്കാനും അവളുടെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. പക്ഷേ അവൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത് ഒരു വലിയൊരു പ്രശ്നം കൊണ്ടാണ്. സോ അതൊരു സൈബർ ക്രൈം ഇഷ്യൂ ആണ്. അവൾക്ക് ഒരു സ്കാം ലിങ്ക് ത്രൂ വരുന്നൊരു ഇഷ്യൂ കാരണം അവൾ മാത്രമല്ല, പക്ഷെ അവളുടെ ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ വേറെ ഒരുപാട് തേർഡ് പേഴ്സൺസ് പോലും അവർ എഫക്റ്റ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അച്യുത തിരിച്ചും അവളുടെ വീട്ടിലോട്ട് വരുന്നത്. സോ അവിടെ നിന്ന് അവൾ എങ്ങനെയാണ് ഈ ഇഷ്യൂവിനെ അവൾ ഫേസ് ചെയ്യുന്നത്, അവളുടെ അവതാരങ്ങൾ, ബേസിക്കലി അവളുടെ ഷെയ്ഡ്സ് ഓഫ് ക്യാരക്ടറാണ് അച്യുതാവതാരം. സോ ഈ ഫിലിമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നോൺ ലീനിയർ ഫിലിം മേക്കിംഗ് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ളൊരു ഫിലിമാണ്. സോ ഇതിൽ നോൺ ലീനിയർ ആയതുകൊണ്ട് തന്നെ ഇതൊരു പസിൽ മേക്കിംഗ് പോലെയാണ് ഈ എൻറ്റയർ ഫിലിം ഉണ്ടാവുക. സോ സ്റ്റാർട്ടിങ്ങിൽ കാണുമ്പം ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഒരുപാട് ടൈം ലൈൻസ് ഒരുപാട് ഓവർലാപ്പ് ചെയ്യണ പോലെ തോന്നും. പക്ഷെ ഒരു സെക്കൻഡ് ഹാഫ്, ആ ഒരു ക്ലൈമാക്സ് ആവുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്തുകൊണ്ടാണ് അത്രയും കൺഫ്യൂഷൻ ഫസ്റ്റ് ഉണ്ടായത്, ക്രിയേറ്റ് ചെയ്തത് എന്ന്. അങ്ങനെയാണ് ഈ ഫിലിം നിർമ്മിച്ചിരിക്കുന്നത്. സോ ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരാളും അൺഇമ്പോർട്ടൻ്റ് അല്ല. സോ ഈവൻ ഇഫ് അച്യുത ആ ക്യാരക്ടറിനെ നേരിട്ട് ഫിലിമിൽ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഏതോ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ അവൾക്ക് ആ ഒരു ക്യാരക്ടർ കാരണം ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഫിലിമിൽ ഉണ്ടാവും. സോ ഇതൊരു സൈബർ ക്രൈം അവയർനെസ് ആണ് നമ്മുടെ ഒരു ഇൻറ്റൻഷൻ. സോ ഇപ്പോഴത്തെ കാലത്ത് സൈബർ ക്രൈം എന്ന് പറയുന്നത് ഒരുപാട് വേസിൽ ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുമ്പൊക്കെ സ്കാം ലിങ്ക്സ് ത്രൂ ആയിരുന്നു മുമ്പൊക്കെ ഉണ്ടായിരുന്നത്. സോ അത് ഓൾറെഡി ഈ ബ്യൂറോക്രസി ഇപ്പോൾ ഓൾറെഡി അവർ ഇന്ത്യൻ ഗവൺമെൻറ് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ ആയിട്ട് അവർ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. സോ നമ്മൾ അതിൻ്റെ റിസർച്ചൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ലാണ്ടും ഇപ്പോൾ ഒരുപാട് വേറെ വേറെ മെത്തേഡ്സിലാണ് സ്കാംസ് ദിവസം നമ്മൾ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരുപാട് അവയർനെസ് എപ്പോഴും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനത്തെ ഒരു ടൈമിൽ നമ്മൾ അച്യുതാവതാരം വളരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഫിലിമാണ് എന്നാണ് നമ്മൾ ബിലീവ് ചെയ്യുന്നത്. കാരണം ഇതിൽ ഒരു സൈബർ ക്രൈം ത്രില്ലർ ജോണർ മാത്രമല്ല, ഒരുപാട് ലെയേഴ്സ്, ഒരുപാട് എന്താ പറയുക ജോണർസ് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ സ്പിരിച്വാലിറ്റി ഉണ്ട്, സൈബർ ത്രില്ലർ എന്നുള്ളൊരു പെർട്ടിക്കുലർ ജോണർ ഉണ്ട്. അങ്ങനെ വേറെ ഒരുപാട് ഇമോഷൻസും ഫാമിലി ഇമോഷൻസിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം സൈബർ ക്രൈം എന്നൊക്കെ പറയുമ്പം യൂഷ്വലി ഒരാളല്ലല്ലോ, ഒരു ഫാമിലി പോലും അത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഇമ്പാക്റ്റ് ആവും. സോ യൂഷ്വലി വരുന്ന സൈബർ ക്രൈം ഫിലിംസ് ആയിക്കോട്ടെ, ഷോർട്ട് ഫിലിംസ് ആയിക്കോട്ടെ, അത് കാണിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിന് എങ്ങനെ എഫക്റ്റ് ആവുന്നു എന്നാണ് നമ്മൾ യൂഷ്വലി കണ്ടിട്ടുള്ളത്. സോ ഈ ഫിലിമിൽ നമ്മൾ ഒരു ഫാമിലി പെർസ്പെക്റ്റീവ് കൂടി നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സോ
ഒരു ആളുടെ ഒരു മിസ്റ്റേക്ക് കാരണം, അതും അവരറിയാതെ ചെയ്തു പോകുന്ന ഒരു മിസ്റ്റേക്ക് കാരണം ആരൊക്കെ അതിൽ എഫക്റ്റ് ആവുന്നു, എങ്ങനെയൊക്കെയാണ് അവർ മൂലം എങ്ങനെയൊക്കെയാണ് ഈ ഫിലിം അച്യുതയുടെ ഈ ജേർണി മുമ്പിലോട്ട് പോകണമെന്നാണ് അച്യുതാവതാരം. അതെ അതെ, ഞാൻ ജോസഫ് മാത്യൂസ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള മൂവീസ് എബ്രഹാം മോസ്ലറും റാൻകൂർ ഷാപ്പാണ്. അപ്പോൾ അച്യുതാവതാരത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. സുഹാസ് എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഇതിലേക്ക് എത്തുന്നത് ഈ മൂവിയിലെ കാസ്റ്റിംഗ് ഡയറക്ടർ ജോസഫ്, പുള്ളിയുടെ പേരും ജോസഫ് തന്നെയാണ്, ജോസഫ് ജോൺ, പുള്ളി വഴിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കോൺടാക്ട് ചെയ്തിരുന്നു. ഞാൻ ആക്ച്വലി തിയേറ്റർ എന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കോൺടാക്ട് വഴിയാണ് ജോസഫ് സാർ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ മാംഗ്ലൂർ, അതായത് കേരള കർണാടക ബോർഡറിലായിരുന്നു. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ മൂവീസിൽ ആദ്യമായിട്ടാണ് ഔട്ട് സൈഡ് ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഷൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പാറ്റേൺ നോൺ ലീനിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും സീൻസ് എടുക്കുമ്പോൾ ഇതെന്താ സംഭവിക്കുന്നതെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡയറക്ടറുടെ അടുത്ത് പറയുമ്പോഴും നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ വന്നാൽ ശരിയാവില്ല, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നില്ല ഇതെങ്ങനെയാണ് വരുന്നത്. പക്ഷേ അതിന് ശേഷം ഡയറക്ടർ പറഞ്ഞു, അപ്പോൾ ലാസ്റ്റ് ഡേ ഒക്കെ ആയപ്പോഴത്തേക്കും ഡയറക്ടർ പുനീത് സാർ ചോദിച്ചു, നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലല്ലോ ഇതുവരെ എന്താ സംഭവിക്കുന്നത്. അതെ അതന്നെ ഞങ്ങൾക്ക്, അപ്പോൾ ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, അതനുസരിച്ചിട്ട് കാര്യങ്ങൾ പോകുന്നതാണ്. എന്നിട്ട് നമ്മളതിൽ പ്രിവ്യൂ കണ്ടപ്പോഴാണ് ഓക്കെ ഇതിങ്ങനെയാണല്ലേ വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടിയത്. അപ്പോൾ ആക്ച്വലി മെയിൻലി ഇതിൻ്റെ ഡയറക്ടർ പുനീത് സാറും അതുപോലെ DOP ആനന്ദ് സാർ, അവർ തമ്മിലായിരുന്നു ഫുൾ കമ്മ്യൂണിക്കേഷൻസ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് എന്താണ് ഉള്ളതെന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അവർ ജസ്റ്റ് അത് നമ്മൾ സീനിന് തൊട്ട് മുമ്പായിട്ട് നമ്മളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർക്ക് ആ ക്ലാരിറ്റി ഉണ്ട്, അത് വെച്ചിട്ട് തന്നെ ഇത് മുന്നോട്ട് പോയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അഭിജിത്ത്. ഞാൻ ഇതിൻ്റെ അകത്ത് മോഹൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അച്യുതൻ്റെ ബ്രദറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കഥാപാത്രം നമ്മുടെ ഫാമിലിയിൽ, അല്ലെങ്കിൽ എല്ലാ ഫാമിലിയിലും, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ഫാമിലിയിലും, അച്ഛനായാലും അമ്മയായാലും അനുജനായാലും ചേച്ചിയായാലും എല്ലാവർക്കും ഒരു തലവേദനയാക്കുന്ന ഒരു കഥാപാത്രം ചിലപ്പോൾ ഉണ്ടാവാം ഒരു വീട്ടിൽ. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രമാണ് ഞാൻ. അപ്പോൾ മോഹൻ എന്നുള്ള ക്യാരക്ടറാണ് ഇതിന് ചിലപ്പോൾ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം ഇടുന്നത്. ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ അച്യുതയുടെ ടീമും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു കാരണക്കാരൻ എന്നുള്ള രീതിയിൽ മോഹൻ ആണെങ്കിലും അത് കൂടുതൽ മോഹനെ വെച്ചിട്ട് പെരുപ്പിക്കുന്ന ക്യാരക്ടേഴ്സാണ് സുഹാസും പിന്നെ അഭിലാഷൊക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്. പക്ഷേ ഇവരുള്ളതുകൊണ്ടാണ് ഞാനിവർ അന്ധമായി വിശ്വസിക്കും. കാരണം ഇന്നത്തെ സൗഹൃദം, ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒരുപാട് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതിനെ മാക്സിമം ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള ആളുകളും നമുക്ക് ചുറ്റും ഉണ്ട് എന്ന് ഈ മൂവി പറയുന്നുണ്ട്. ഒരു സൈബർ ക്രൈം ത്രില്ലർ എന്ന രീതിയിലേക്ക് പറയുമ്പോഴും അതിൻ്റെ അപ്പുറത്ത് ഫാമിലിക്കും ഇമോഷൻ കൊടുക്കുന്ന, അല്ല ഫാമിലിയുടെ ഇമോഷനൊക്കെ മനസ്സിലാക്കുന്ന, അല്ല അച്ഛൻ അമ്മ സ്നേഹബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മൂവി കൂടിയാണ് നമ്മുടെ അച്യുതാവതാരം. ഇതിനു മുന്നേ ഞാൻ ഹൃദയഹാരിയായ പ്രണയകഥ, മീശ തുടങ്ങിയ മൂവിയിലൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിലൂടെയും കാസ്റ്റിംഗ് നാടകം ചെയ്തുകൊണ്ട് ജോസഫ് സാറിലൂടെയാണ് കാസ്റ്റിങ്ങിൽ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മംഗലാപുരത്ത് ഉണ്ടായിരുന്ന കർണാടകയൊന്നും അറിയില്ല. അപ്പോൾ അറിയുന്ന ഭാഷ വെച്ചിട്ട് നന്നായി സംസാരിക്കാൻ വേണ്ടി ഞാൻ ചാടിക്കയറി എല്ലാത്തിലും അങ്ങ് ഇൻവോൾവ് ചെയ്ത് സംസാരിക്കാൻ നോക്കും. പക്ഷേ എനിക്കുണ്ടായിരുന്ന ഒരു പേടി എന്താണെന്ന് വെച്ചാൽ, ഇത് കന്നഡ ചെയ്യുന്ന മൂവി, ഇത് അവിടെ പോയിട്ട് ഞാൻ എന്തുണ്ടാക്കണ്ടേ, എനിക്കാണെങ്കിൽ ഇത് ഭാഷയും അറിയില്ല. നേരെ അവിടെ എത്തി ഡയറക്ടർ പറയുമ്പോൾ ശരി സാർ ഓക്കെ എല്ലാം ഡൺ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷനാണ്. പക്ഷെ മാക്സിമം നല്ല രീതിയിൽ തന്നെ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി പടം കണ്ടിട്ട് തീരുമാനിക്കുക. അങ്ങനെ തീർച്ചയായിട്ടും ചേച്ചിയെ ഇഷ്ടമല്ല വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇപ്പം വീട്ടിലുണ്ടാകുമ്പോൾ, എനിക്ക് ചേച്ചിയില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിലുണ്ടായിരുന്നത്, ഒരു മോനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു ചേച്ചി ഉണ്ടായാൽ അവളോട് ഇത്തിരി കുറുമ്പും അവളോട് ഇത്തിരി തമാശയും ഇതൊക്കെ നല്ല ഒരു കുശുമ്പൊക്കെ കൂടി വരും, സ്വാഭാവികമാണ്. അപ്പോൾ അത് കൂടി വന്നപ്പോൾ അതിന് മുതലെടുക്കാൻ മറ്റു പലരും ഉണ്ടാകുമ്പോൾ ഞാൻ പോലും അറിയാതെ അത് വലിയ രീതിയിലേക്ക് വളർന്നു. അച്യുത ഒരു ഓവർ അച്ചീവിംഗ് സിബ്ലിംഗ് ആണ് ഈ ഫാമിലി ഡൈനാമിക്കിൽ. അത് കാരണം ഉള്ളൊരു കുശുമ്പും കാര്യങ്ങളൊക്കെ. ഈ മൂവി കാണുമ്പോൾ അതിൻ്റെ അകത്തൊരു നല്ലൊരു അടിപൊളി ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇപ്പം പറയുന്നില്ല, മൂവി കാണുമ്പോൾ തിരിച്ചു. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. പക്ഷേ ആ കുശുമ്പൊക്കെ ഇങ്ങനെ അച്യുതനോട് ഇങ്ങനെ വളർന്ന് നമ്മളെ എങ്ങനെ എന്താ വേണ്ടതെന്ന് ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള തോന്നലുകളൊക്കെ ഈ മൂവിയിൽ ഉണ്ട്. ബാക്കി മൂവി കണ്ടിട്ട് തീരുമാനിക്കാം. ഓക്കെ. എൻ്റെ പേര് ശിവൻ വെങ്കടങ്ങ്. ഞാൻ ബേസിക്കലി തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ഞാൻ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഒരു തിയേറ്റർ, ഡാൻസ് തിയേറ്റർ മെയിനായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ഓർഗനൈസേഷൻ്റെ
ആർട്ടിസ്റ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. 14 വർഷമായിട്ട് തിയേറ്ററിലുണ്ട്. അപ്പോൾ അഭിനയം, സംവിധാനം, അതുപോലെ തന്നെ സ്റ്റേജുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ലോകം. അവിടെ തന്നെ ഇന്നും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സിനിമാ നടനായെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ആൾക്കാരോട് പറയാറുള്ളത് സിനിമയിൽ അഭിനയിക്കുന്ന നാടകക്കാരൻ എന്ന് പറയാനാണ് ഇഷ്ടം. കാരണം തിയേറ്റർ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ എന്തായാലും പറ്റില്ല. തിയേറ്ററാണ് നമ്മളെ എന്നെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ആ തിയേറ്റർ തന്ന സ്ട്രെങ്ത് തന്നെയാണ് ഈ സിനിമയിൽ വരാനുള്ള കാരണവും വന്നിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യാനും സാധിച്ചിട്ടുള്ളത്. എൻ്റെ നാട് തൃശ്ശൂരാണ്. അപ്പോൾ കാസർഗോഡ് ആണ് ഷൂട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ കാസർഗോഡ് ലാംഗ്വേജ് ഇപ്പോൾ മമ്മൂക്കൊക്കെ ചെയ്യുമല്ലോ, മമ്മൂക്കൊക്കെ ഏത് സ്ഥലത്ത് ഫിലിം വന്നാലും പെട്ടെന്ന് പിക്ക് ചെയ്യുന്ന അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കഴിവ് നമ്മളെല്ലാവരും പറയാറുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് അതായിരുന്നു, ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണോ, അല്ലെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സും കാസർഗോഡ് കഥാപാത്രങ്ങളാണോ? അപ്പോൾ ഇന്നത്തെ കാലത്ത് മാക്സിമം എങ്ങനെ കാസർഗോഡ് ഭാഷ പഠിക്കാൻ പറ്റും ഭയങ്കര റിസർച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുക കാസ്റ്റിംഗ് കോളിലൊക്കെ ഇവിടുത്തെ കഥയാണോ പറയുന്നത് ആ നാട്ടിലെ ആളുകളെ ഓഡിഷൻ ചെയ്യാന്നുള്ളതാണല്ലോ. ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകൾ അവരെവിടുന്ന് വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു കാസ്റ്റിംഗ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജോസഫ് ജോൺ എന്ന് പറയുന്ന, ഞാൻ ജോസഫ് ഏട്ടെന്ന് വിളിക്കാറ്, അപ്പോൾ അദ്ദേഹം വളരെ അവിചാരിതമായിട്ടൊരു വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട് എന്നെ കോൺടാക്ട് ചെയ്യുകയും അങ്ങനെ പുള്ളി വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ സംസാരിച്ച് ഫോണിലൂടെ ആളൊരു സിനിമയുടെ കാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ഞാനിങ്ങനെ ഫോട്ടോ അയച്ചതാണ്. അപ്പോൾ അദ്ദേഹം ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം മേ ബി ആ ക്യാരക്ടറിൻ്റെ ഒരു റെഫറൻസ് ഫോട്ടോയിലോ അല്ലെങ്കിൽ ക്യാരക്ടറിനെ കുറിച്ചിട്ടുള്ള റെഫറൻസുകളിലോ ഒന്നും എൻ്റെ രൂപത്തിന് ചേർന്ന ഒരു ക്യാരക്ടർ അല്ല അത്. പക്ഷേ അദ്ദേഹം എന്നെ അന്ന് തന്നെ പെട്ടെന്ന് തന്നെ 1-2 കോൾ കഴിഞ്ഞപ്പോഴേക്കും എന്നെ കാസ്റ്റ് ചെയ്തു, സ്ക്രിപ്റ്റ് അയച്ചു തന്നു. നെക്സ്റ്റ് പിന്നെ അദ്ദേഹം നേരിട്ട് വന്നപ്പോൾ സിനിമ കാണുമ്പോൾ ശിവേട്ടൻ അതിൽ ആപ്റ്റാണ് ആ ക്യാരക്ടർ എന്നുള്ള ബോധ്യം. താങ്ക് യു. അപ്പോൾ അത് അദ്ദേഹം നമുക്ക് തന്ന ഒരു വിശ്വാസമാണല്ലോ. അതായത് ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്താൽ മതി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ചില സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് കഥയുടെ എല്ലാം മനസ്സിലാവും. അതിങ്ങനെ ഒരു ഒഴുക്കിൽ എഴുതി വെച്ചിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് പിന്നീടാണ് നമ്മൾ ലൊക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ ഒരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ആദ്യം ഒരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. ആ ബ്രീഫിംഗ് എനിക്ക് മിസ്സായിരുന്നു. അപ്പോൾ ഞാനത് ചെല്ലുമ്പോൾ തന്നെ വളരെ ഫ്രഷാണ്, മൈൻഡ് ഫ്രഷാണ്, എംപ്റ്റി ആണ്, ഒന്നും അറിയില്ല. ക്യാരക്ടറിനെ കുറിച്ച് അറിയാം, ക്യാരക്ടറിൻ്റെ സ്വഭാവം അറിയാം. എങ്കിലും ഞാൻ വിചാരിച്ചിരുന്ന ഒരു ടെക്സ്ചറല്ല പിന്നീട് ഈ ദേവൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ. ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രധാനികളായി നിൽക്കുന്ന 2 പേരുടെ ഒരു വലങ്കൈയായിട്ട് വേണമെങ്കിൽ ഒരു ഗുണ്ട എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നൊരു സ്വഭാവമാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പിന്നീടാണ് ക്യാരക്ടറിന് കുറേ ഡയമെൻഷൻ ഉണ്ടെന്നും ഈ ക്യാരക്ടറിന് കൃത്യമായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ടെന്നും ഈ ക്യാരക്ടറിനെ ഇതിൻ്റെ റൈറ്റർ എഴുതി വെച്ചിട്ടുള്ളത് കൃത്യമായിട്ടും ചില സ്ഥലങ്ങളിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു റോള് വഹിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയതിന് ശേഷം എനിക്കതിനകത്ത് കുറേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു. അതിന് ഫുൾ സപ്പോർട്ട് തീർച്ചയായിട്ടും ഡയറക്ടറും ഇതിൻ്റെ DOPയും കൂടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നത് എൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള സുനിലാണ്. സുനിൽ നമ്മുടെ കൂടെ ഒക്കെ എല്ലാ സമയവും പുള്ളി ഫിലിമിൻ്റെ ഒരു വലിയ പദവി അല്ലെങ്കിൽ വലിയൊരു ഉത്തരവാദിത്തം വഹിക്കാനും നമുക്ക് തോന്നില്ല. ആൾ നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്, നമ്മളെ ഡ്രോപ്പ് ചെയ്യാനാണെങ്കിലും. അപ്പോൾ ഞാൻ സുനിലിൻ്റെ പേര് എപ്പോഴും എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ അത് ഒരു ഫിലിം എപ്പോഴും വിജയിക്കേണ്ടത് അതിൻ്റെ ഒരു കോറായി നിൽക്കുന്ന ചില മനുഷ്യരുണ്ട്. അവർ നിസ്വാർത്ഥമായിട്ട് അവരുടേതല്ലാത്ത മേഖലയിലും കൂടെ പ്രവർത്തിച്ച് എല്ലാത്തിനും കൂട്ടിപ്പിടിക്കുന്ന സമയത്താണ്. അപ്പോൾ ഒരു ടീം ഗെയിം ശരിക്കും അച്യുതാവതാരത്തിൽ ഉണ്ടായിരുന്നു. വേറെ ടെക്നീഷ്യൻസ് വേറെ അങ്ങനെയൊന്നും ആയിരുന്നില്ല, നമ്മൾ ഒരുമിച്ചാണ്. ഒരു കുടുംബം പോലെ ഒരു സ്ഥലത്ത് തന്നെ ഒരു ഹോട്ടലിൽ നമ്മളെല്ലാവരും അഗ്രി ചെയ്യുന്ന ഒരു ഫാക്റ്റാണ് ആർട്ട് ഇസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ. സോ ഇവിടെ നമുക്ക് എത്ര ലാംഗ്വേജ് ബാരിയർ ഉണ്ടായാൽ പോലും ഓരോ ആർട്ടിസ്റ്റിനും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി എൻഡ് ഓഫ് ദി ഡേ. സോ അതും ഒരു പ്ലസ് പോയിന്റ് ആയിരുന്നു. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇത്രയും വലിയ ലോങ് ഷെഡ്യൂൾ വർക്ക് ചെയ്യുന്നത് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. സോ അങ്ങനെ വരുമ്പം ദർ ആർ ഡേയ്സ് വെർ ഐ ഫീൽ വെരി ടയേർഡ്. സോ എനിക്കിനി നാളെ എനിക്ക് ഈ എനർജിയോടൊക്കെ നാളെ ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അടുത്ത ദിവസം ഞാൻ സെറ്റിൽ പോകുമ്പോൾ ഞാൻ ടെക്നീഷ്യൻസും ഇപ്പോൾ ആനന്ദ് സർ DOP, പുനിത് സർ ഡയറക്ടർ സർ, പിന്നെ മഹേഷ് സർ ഉണ്ട് എഡിറ്ററാണ്. സോ ഇവരെല്ലാവരും അവരുടെ ടെക്നീഷ്യൻസിൻ്റെ കൂടെ അവരെല്ലാവരും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവർ ഓൾറെഡി സെറ്റൊക്കെ റെഡി ആക്കിയിട്ട് അവർ അതിൻ്റെ ഡിസ്കഷൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവരുടെ ആ എൻതൂസിയാസം കാണുമ്പോഴാണ് ഞാൻ വിചാരിക്കുക, ഓ ഇപ്പം ഇവർക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് എൻ്റെ കോ ആക്ടേഴ്സ് ആണെങ്കിൽ പോലും എല്ലാവരും വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ടായിരുന്നു എല്ലാ ദിവസവും അവരവിടെ വന്ന് നിന്ന്. സോ അതെല്ലാം ആ ടീം വർക്കിൻ്റെ ഒരു ഇൻപുട്ട് കാരണമാണ് നമുക്ക് എല്ലാവർക്കും ഈക്വലി അങ്ങനെ നിൽക്കാൻ പറ്റിയത്. പ്ലസ് നമ്മുടെ എന്താ പറയുക, ഈ സെറ്റാണെങ്കിൽ കംപ്ലീറ്റ്ലി ചില്ലായിരുന്നു.
ഒരു എന്താ പറയണ, നമുക്ക് എപ്പോഴും യൂഷ്വലി ടെൻഷൻ ആയിട്ടുള്ള സെറ്റ്സ് ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ കൂളായിട്ട് ചില്ലായിട്ട് നമ്മൾ ഹയറാർക്കി ഇല്ല. അതെ, ഹയറാർക്കി ഇല്ല. പിന്നെ മാത്രമല്ല നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം. സോ ആസ് എ മോസ്റ്റ് ഓഫ് നമ്മളെല്ലാവരും തിയേറ്ററിൽ ചെയ്ത ആൾക്കാരാണ്. സോ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ ഒരുപാട് നമുക്ക് ആഗ്രഹം ഉണ്ടാകും. സോ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇംപ്രൂവൈസ് ചെയ്യാനുള്ള സ്പേസ് തന്നു. പിന്നെ ക്യാരക്ടർ നമുക്കും കുറച്ച് ഇൻപുട്സ് ഇട്ടിട്ട് ആ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യാനും, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സ്റ്റോറി പോയിന്റ്സ് ഉണ്ടായിരുന്നു, എൻ്റെ കുറച്ച് സജഷൻസ് ഇടാൻ എനിക്ക് പറ്റി. സോ അവർ ഒരു സജഷൻസും അവർ എന്താ പറയുക ഡിനൈ ചെയ്തില്ല. അവരെല്ലാം എടുത്തു, ഇൻപുട്ട് എടുത്തു, ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സീനും നമ്മൾ ചെയ്യുന്നത്. സോ ആ ഒരു ടീം വർക്ക് എനിക്ക് വളരെ എനിക്ക് അതിശയം തോന്നി. കാരണം ഇത്രയും ടീം വർക്ക് ഞാനൊരു ഫിലിം സെറ്റിൽ ഞാൻ ഇത്രയും വർഷത്തോട് ഞാൻ കണ്ടിട്ടില്ല. സോ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അത് ഇവരുടെ കൂടെ ആയെന്ന് പറയുമ്പോൾ അത് ഇനി ഒരുമാതിരി ഒരു പുതിയൊരു ഫാമിലി ക്രിയേറ്റ് ആയ പോലെ എനിക്കൊരു ഫീൽ ഉണ്ട്. അതുപോലെ പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിനെ സൈബർ ക്രൈം, ത്രില്ലർ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് എങ്കിലും വിചാരിക്കുമോ ഇത് ഭയങ്കര ക്രൈം എന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ കുറച്ച് ഈ ബ്ലഡ് ഷെഡും പരിപാടികളും കുറെ കൊലപാതകങ്ങളും കുറെ ഡാർക്ക് ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇത് അങ്ങനത്തെ ഒരു ആ ഒരു ജോണറിൽ ഇതിനെ കാണണ്ട. ക്രൈം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാവും, വളരെ 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 ബ്യൂട്ടിഫൈ ചെയ്തിട്ടുള്ള ക്രൈമുകൾ സംഭവിക്കാം. വളരെ നല്ല ഇങ്ങനെ എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രൈമുകൾ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു രീതിയിലാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് മനുഷ്യർ തമ്മിലുള്ള ബന്ധം, മനുഷ്യർ തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ, ഒരു എങ്ങനെയാണ് ക്രൈസിസ് മാനേജ്മെൻറ്റ് നടക്കുന്നത്. പ്രത്യേകിച്ചും ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടി, അവളുടെ കുടുംബം, ആ കുടുംബത്തിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു മനുഷ്യർ. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന കഥാപാത്രങ്ങളിൽ ഈ IT ആയിട്ടോ അല്ലെങ്കിൽ ഈ ടെക്നോളജി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടത് അച്യുത മാത്രമാണ്. അല്ല അച്യുതയെ സഹായിക്കാൻ വേണ്ടി കുറേ എക്സ്പേർട്ടുകൾ വന്നിട്ട് അച്യുത സഹായിക്കുക എന്നുള്ളതല്ല. നമ്മൾ സാധാരണ പറയുമ്പോൾ ഒരു ടെക്നോളജി ബേസ്ഡ് സംഗതികളാകുമ്പോൾ അതിൽ കുറേ എക്സ്പേർട്ടുകൾ വന്നിട്ട് കഥയിൽ ഭാഗമാവുകയും അങ്ങനെയാണല്ലോ. ഇതങ്ങനെയല്ല. അച്യുതയ്ക്ക് വേണ്ട സപ്പോർട്ടുകൾ ഒരു മാനസികമായിട്ടോ ആൾബലമായിട്ടോ, അപ്പോൾ ഫിസിക്കൽ സപ്പോർട്ട്, ഈവൻ ഫിനാൻഷ്യൽ സപ്പോർട്ട് പോലും വേറെ തരത്തിൽ ആണ് അച്യുത ആഗ്രഹിക്കുന്നത്. അപ്പോൾ അച്യുതയുടെ ഒരു യാത്രയിൽ എങ്ങനെയാണ് മറ്റ് മനുഷ്യർ അച്യുതയുടെ കൂടെ നിൽക്കുന്നത്, അതെനിക്ക് തോന്നുന്നത് ഈ സ്ക്രിപ്റ്റിന്റെ ഒരു സ്ട്രക്ചർ, സ്ക്രിപ്റ്റ് ഉണ്ടായി വരുന്ന സമയത്ത് തന്നെ ഓരോരുത്തർക്കും ഇതിൽ എവിടെ വന്ന ഓരോരുത്തരെ പിച്ച് ചെയ്യാം, ഓരോരുത്തർ എങ്ങനെ ഇതിനകത്ത് റോള് വഹിക്കുന്നുണ്ട്, ഓരോരുത്തർ എപ്പോൾ ഈ കഥയിൽ നിന്ന് പോകണം, അങ്ങനെയുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇതൊരു സ്റ്റാർ കാസ്റ്റ് ഇല്ലാത്തതിന്റെ ഒരു പ്രധാന ഗുണം ഇതിനകത്തുണ്ട്. നമ്മൾ പലപ്പോഴും ചിലപ്പോൾ ചില സ്റ്റാറുകൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും പ്രധാന സ്റ്റാറുകൾക്ക് വേണ്ടി ചിലപ്പോൾ കുറച്ച് സീനുകൾ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ഫേവർ ചെയ്തുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇതിനെ സിനിമയെ കുറച്ചും കൂടെ ഒന്ന് ഗ്ലാമർ ആക്കാനൊക്കെ ശ്രമിക്കും. പല മേക്കേഴ്സും ചെയ്യാറുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എത്ര വലിയ ആക്ടർ വന്നാലും ഇത് ആവശ്യപ്പെടുന്നത് മാത്രമേ. കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറയായിരുന്നു, നമ്മൾ പലവട്ടം നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മൾ ആരെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത്. ഇതിൽ ഒരു ആക്ടറും നമ്മളില്ലെങ്കിൽ കഥ മുന്നോട്ട് പോകില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ആരെ വേണമെങ്കിലും, എത്ര ഇപ്പോൾ മാളുവിനെ ഉൾപ്പെടെ ആരെ വേണമെങ്കിലും നമുക്ക് മാറ്റിയാലും ആ സ്ക്രിപ്റ്റ് അവിടെ നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു ഒട്ടും അത്ര ഫെമിലിയർ അല്ലാത്ത മുഖങ്ങളായിട്ട് പോലും ഈ കഥ ഇങ്ങനെ ഫെമിലിയർ ആയതുകൊണ്ട് തന്നെ അത് ഇനിയും ഓഡിയൻസിന് ഇനിയും റിലേറ്റബിൾ ആയിരിക്കും. അപ്പൊ അവർ കൂടുതലും ആ ഒരു ഇഷ്യൂ നമ്മൾ ഉദ്ദേശിച്ച കണ്ടന്റിനോട് അവർ കൂടുതൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. കാണുമ്പോൾ ആൾക്കാര് പ്രെഡിക്റ്റ് ചെയ്യില്ല ഇന്ന ആളോ ഇയാള് നായകന്റെ കൂടെ അല്ല നായികയുടെ കൂടെ ആയിരിക്കും, ഇയാൾ നെഗറ്റീവ് ആയിരിക്കുന്ന ആരും പ്രെഡിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആരും അറിയപ്പെടാത്തവരായതുകൊണ്ട് തന്നെ വേറെ തരത്തിൽ ഈ കഥയ്ക്കാണ് ഇവിടെ എപ്പോഴും പ്രാധാന്യം കിട്ടുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ കഥ എന്നുള്ളതിനപ്പുറം ഇതിന്റെ പ്ലോട്ട് അല്ലെങ്കിൽ ഇത് പറയുന്ന രീതി. കഥ ചിലപ്പോൾ കോമൺ ആയിരിക്കാം. ഒരു തട്ടിപ്പ് നടക്കുന്നു, തട്ടിപ്പിൽ നിന്ന് അതിൻ്റെ പണ്ട് തൊട്ട് പറയില്ലേ വില്ലന്മാർക്ക് അവസാനം വില്ലന്മാരെ പോലീസ് പിടിക്കുകയോ വില്ലന്മാരെ കൊല്ലുകയോ, ഇതെല്ലായിടത്തുള്ള ഒരു ക്ലൈമാക്സ് ആണ്. പക്ഷെ അതങ്ങനെയല്ല, ഇത് എങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. ആ കഥ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിനകത്ത് വരുന്ന മറ്റു മനുഷ്യരെങ്ങനെ അതിനകത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നു, ആൾക്കാർക്ക് എന്ത് റിയലൈസേഷൻ ഉണ്ടാകുന്നു, ഒരു മനുഷ്യനിലുണ്ടാകുന്ന ചേഞ്ച് എവിടെയാണ് സംഭവിക്കുന്നത്, ഇതാണ് ഈ സ്ക്രിപ്റ്റിനകത്ത് പറയുന്നത്. മാനസികമായിട്ടും അല്ലാത്ത രീതിയിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ എക്സ്പെരിമെന്റൽ എന്നുള്ള വാക്ക് പറയുന്ന സമയത്ത് തന്നെ പലരും ഇപ്പോൾ മനസ്സിലാവാത്ത ജോണറാണോ എന്ന് ചോദിക്കും. ഇപ്പം നാടകത്തിൽ ഞാൻ തിയേറ്ററിലെ ആൾക്കാർ എക്സ്പെരിമെന്റൽ തിയേറ്റർ എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർക്ക് മനസ്സിലാവാത്ത വർക്കാണോ എന്ന് പൊതുവെ അതൊരു കോമൺ പ്രയോഗമാണ്. ബുദ്ധിജീവി നാടകം അല്ലെങ്കിൽ ബുദ്ധിജീവി സിനിമ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ അവാർഡ് സിനിമ എന്നൊക്കെ പറയുന്ന, ഒട്ടും അങ്ങനെയല്ല. കമേഴ്ഷ്യൽ ഫ്ലേവറുകളെല്ലാം ഉള്ള, കാരണം ഒരു കല ആസ്വദിക്കണമെങ്കിൽ അതിൻ്റെ കണ്ടന്റ് മാത്രമല്ല, അത് പറയുന്ന രീതി, അത് പറയുന്ന അറ്റ്മോസ്ഫിയർ, അതിൻ്റെ ശബ്ദം, അതിൻ്റെ കാഴ്ച, ഇതെല്ലാം വളരെ, പ്രത്യേകിച്ച് ദൃശ്യകല എന്ന് പറയുന്നത് കാഴ്ചയും ശബ്ദവും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് മ്യൂസിക് ആണെങ്കിലും
അതിൻ്റെ DOP ആണെങ്കിലും അതിൻ്റെ കളറിങ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ല. അതെനിക്ക് തോന്നുന്നു കാസ്റ്റിങ്ങിലായിരിക്കും ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവും അവർ. പക്ഷേ ഇവരും മതി, ഇവരെ വിശ്വസിച്ച് ഏൽപ്പിക്കാം, വലിയ കാസ്റ്റ് വേണ്ട, ബാക്കി ഒന്നിലും അവർ, കാരണം എല്ലാ എക്സ്പേർട്ടുകളാണ്, എല്ലാ മേഖലയിലും പ്രൂവ് ചെയ്തിട്ടുള്ള മനുഷ്യർ തന്നെയാണ് എല്ലാവരും. അങ്ങനെ മജീദൊക്കെ കാണുമ്പോൾ വളരെ സുന്ദരനാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ കൊടും വില്ലനാണ്, കൊടും വില്ലൻ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമ്മൾ ആക്ടേഴ്സിൻ്റെ ഒരു, ഞാൻ പറഞ്ഞില്ല, അതിനല്ല പ്രാധാന്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഡയറക്ടർ കൃത്യമായിട്ടും മ്യൂസിക്കിൽ ഒരു തരത്തിലുള്ള കുറവും വരുത്തിയിട്ടില്ല. അതിൻ്റെ ഓർക്കസ്ട്രേഷൻ നമ്മൾ ആ വീഡിയോസ് കണ്ടാലും അറിയാം. അതിൻ്റെ അപ്പോൾ ഓഡിയോ ലോഞ്ചിന് നമ്മളത് സംസാരിച്ചിരുന്നു. ഏറ്റവും കിട്ടാവുന്ന ബെസ്റ്റ് വോയിസ് തന്നെയാണ് ഓരോ പാട്ടുകൾക്കും വന്നിട്ടുള്ളത്. അതിൻ്റെ കമ്പോസിഷൻ ആയാലും പ്രസന്റ് ആണെങ്കിലും എല്ലാവരും അവരുടെ ബെസ്റ്റ് കൊടുക്കുന്ന ആളുകളാണ്, പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ചിന്ത തന്നെ അങ്ങനെ ആയിരിക്കും. ആക്ടേഴ്സ് ആരാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ വിഷയമാണ് പറയേണ്ടത്, വിഷയം സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ പറയുമ്പോൾ പ്രേക്ഷകരോട് നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ക്രൈം എന്ന് കേട്ടിട്ടോ അല്ലെങ്കിൽ ത്രില്ലർ എന്ന് കേട്ടിട്ടോ അതിന് ആ ജോണർ ഇഷ്ടപ്പെടാത്ത മനുഷ്യരുണ്ടായിരിക്കും. പക്ഷെ ഇതൊരു ഫാമിലി സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് മനുഷ്യരുടെ കഥ പറയുന്നൊരു, വളരെ സിമ്പിളായിട്ട് പറയുന്നൊരു ജോണറാണ്. ഇതിനകത്ത് ഒരു പരിധിക്കപ്പുറം നമുക്ക് കാണാൻ പറ്റാത്ത ഒരു കാഴ്ചകളും ഇല്ല. അതുകൊണ്ട് സർട്ടിഫിക്കറ്റും ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ക്രൈം എന്നൊക്കെ പറയുമ്പോൾ ചില സമയത്ത് അങ്ങനെ ചിന്തിക്കുക ആൾക്കാർ. അതാണ്. ഇനി പറയട്ടെ, പറഞ്ഞു പോയി. നമസ്കാരം, എൻ്റെ ഒരു മജീദ്. ഞാൻ പട്ടാമ്പി കൂറ്റനാടാണ് സ്വദേശം. ഞാൻ ഇതുപോലെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്ന ആളാണ്. കഴിഞ്ഞൊരു 10-14 വർഷത്തോളമായി തിയേറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ലിറ്റിൽ സ്കൂൾ ഓഫ് തിയേറ്റർ പറഞ്ഞൊരു തിയേറ്റർ ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. പഠിച്ചതൊക്കെ തിയേറ്ററിനാണ്. ആ ഒരു ജോസഫ് സാർ അങ്ങനെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് എന്നെയും. ഇതിൽ ഈ സിനിമയിൽ ഇതുപോലെ അഭിജിത്ത് പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ് റോളാണ്. അതിലൊരു പ്രധാനമായിട്ടൊരു 3 പേരാണ് അങ്ങനെ നിൽക്കുന്നത്. ഞാൻ, ജോസഫും, പിന്നെ അനന്തകൃഷ്ണൻ എത്തിയിട്ടില്ല. ഞങ്ങൾ 3 പേരാണ് ഉള്ളത്. അതിൽ ഒരു ക്യാരക്ടർ അഭിഷേക് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞാണ് അതിൻ്റെ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ സിനിമ ഈ പറഞ്ഞ ഈ മൾട്ടി ജോണർ ആയതുകൊണ്ട് തന്നെ ഇത് ശിവേട്ടൻ ഭയങ്കര ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ. അത് എല്ലാവരും കണക്ട് ചെയ്യുന്ന പറയാൻ കാരണം, ഇതെല്ലാവരുടെ ഇടയിലേക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ വിഷയങ്ങൾ, അതിന് സോൾവ് ചെയ്യുന്നതും. അത് നമ്മൾക്ക് എല്ലാവരും റിലേറ്റ് ചെയ്യാം. സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതിൽ നടക്കുന്ന ഇഷ്യൂ എല്ലാവർക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ തൊട്ടടുത്ത വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഇതുപോലെ അവരാരെങ്കിലും ചീറ്റ് ചെയ്യുന്നതും അതിന് സോൾവ് ചെയ്യുന്നതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയാണ് എനിക്കതിൽ തോന്നിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് സംഭവിച്ചിട്ടുള്ളത്, ഞാനും ജോസഫ് അനന്തകൃഷ്ണനും ഞങ്ങളുടെ ഒരു പാർട്ട് വേറെ തന്നെ ആയിരുന്നു. ഇതിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുറച്ച് സീനുകളും ഈ ഗ്രാമങ്ങൾ മാത്രമായിരുന്നില്ല, കുറച്ച് സിറ്റി അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഇവർ 2 രീതിയിൽ ഷൂട്ട് ചെയ്യുന്നത് കൃത്യം നമുക്ക് മനസ്സിലായി. നമ്മൾ ആ 2 സൈഡിലും നല്ല എഫേർട്ട് ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ കുറച്ച് നല്ലവനായി നിൽക്കുക, അപ്പുറത്ത് പോകുമ്പോൾ നമ്മുടെ തനി സ്വഭാവം പുറത്തേക്ക് വരികയും ചെയ്യുന്ന അങ്ങനത്തെ ഷെയ്ഡായിരുന്നു. അതുകൊണ്ട് ചെയ്യാൻ വേറെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് റോൾ ആയതുകൊണ്ട് തന്നെ യെസ് അത് ചെയ്താൽ കൊള്ളാം, ഇഷ്ടമാണ് നമുക്ക് ചെയ്യാൻ. എനിക്കിതിൽ ആദ്യം ഞങ്ങൾ ഈ സിനിമയിലെ മീറ്റ് ചെയ്യണത്, ഞാൻ ജോസഫിനെ മീറ്റ് ചെയ്യണത്. ജോസഫിനെ ഇങ്ങനെ മീറ്റ് ചെയ്ത സമയത്ത് ഇവൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സാധനക്ക് അടിച്ചു. പക്ഷെ നമുക്ക് മനസ്സിലായില്ല. പിന്നെ ഞാനിങ്ങനെ നോക്ക്, പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ഇവൻ ഇൻസ്റ്റൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് ഹോസ്റ്റലറിൽ പക്ഷെ ആ ലുക്ക് മാറിയപ്പോ പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് അനന്തകൃഷ്ണൻ വരുന്നത്. അനന്തകൃഷ്ണൻ എൻ്റെ സീനിയർ തന്നെയായിരുന്നു ഡ്രാമ സ്കൂളിൽ. അപ്പോൾ അനന്തകൃഷ്ണനെ അറിയാം. പിന്നെ ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ ഓരോ അങ്ങോട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ ഇടും. അപ്പോൾ അതിൽ ആവശ്യമുള്ളതാണ് ഉള്ളത് മാത്രമാണ് പുലിസാർ പറയുള്ളൂ. ഇതൊക്കെ അല്ലെങ്കിൽ വേണ്ട, അത് വേണ്ട. ഞങ്ങൾ ഈ പറഞ്ഞാൽ ഇപ്പോൾ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ നിന്ന് ഇടാൻ ശ്രമിക്കും മാക്സിമം. പക്ഷേ ചില സാധനങ്ങൾ പറയുമ്പോൾ വേണ്ട, അത് വേണ്ടത് ഓക്കെയാണ്. കാരണം നമുക്ക് ഇത് നോൺ ലീനിയർ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ സ്ക്രിപ്റ്റും കിട്ടുന്നത്. അപ്പോൾ ഇന്ന സീന് കഴിഞ്ഞാൽ അടുത്ത സീന് പറയുമ്പോൾ നമുക്കിത് മനസ്സിലാവുന്നില്ല. അതെങ്ങനെയാണ് കണക്ഷൻ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത്ര റിയാക്ഷൻ മതി, ഇല്ലെങ്കിൽ ഇതിന് ഇന്ന റിയാക്ഷൻ വേണ്ട എന്നൊക്കെ പറയും. അപ്പോൾ അത് വേണ്ടേ, അയ്യോ അത് ഇന്നറ വേണ്ടാത്തത്. അപ്പോൾ ഇത് എന്നാലല്ലേ അത് മുന്നോട്ട് പോകുള്ളൂ തോന്നും. അല്ല, അതിന് ബാക്ക്ഗ്രൗണ്ട് കട്ട് പോവും, അത് കണക്ട് ചെയ്യും അത് കൃത്യമായിട്ട് പറയും. അങ്ങനെ അതൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ എനിക്കിതിൽ ഈ മാളവിക നന്നായി ഇതിൽ ഭയങ്കര നല്ല രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവള് നല്ല അവളുടെ ക്ലാസിക്കൽ ഡാൻസർ ആയതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ ഭയങ്കര ആപ്റ്റായിരുന്നു. പിന്നെ ഇതിൽ ഒരു സ്പിരിച്വൽ പരിപാടിയൊക്കെ
ഉണ്ട് ഈ സിനിമയിൽ. ആക്ടർ മാത്രമല്ല കൊറിയോഗ്രാഫറും ആണ്. സ്വന്തം ഡാൻസ് സ്വയം കൊറിയോഗ്രാഫി ചെയ്തതാണ്. നമ്മൾ എവിടെയും പറഞ്ഞില്ല, അതെ അതെ അത് പറയണം. ആരെങ്കിലും വേണമെങ്കിൽ ഞങ്ങളതിന്റെ ഇത് സിനിമ കണ്ടിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പോൾ കാണുമ്പോൾ നമുക്ക് അവളുടെ വർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ആ സ്പിരിച്വൽ പരിപാടി നന്നായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമാകുന്ന, കാരണം ഇവരുടെ ഇമോഷൻസ് ഒക്കെ രസമാണ്. ഞങ്ങള് ഭയങ്കര വില്ലന്മാരുടെ അഭിനയിക്കും വേണ്ടി ഞങ്ങൾക്ക് ഇതൊക്കെ കാണാൻ ഇഷ്ടമാണ്. സുന്ദരന്മാരായ വില്ലന്മാരാണല്ലോ. കാണാൻ ഇഷ്ടാക്കി എന്നെ വഴിക്കാക്കി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഇവരെല്ലാം കൂടി എടുത്ത് പുറത്തുകൊണ്ട് വിളിച്ചാണ്. നിങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? കാരണം ഇതില് സീനിയർ ആർട്ടിസ്റ്റ് അഭിനയിക്കുന്നുണ്ട്, ചേച്ചി അഭിനയിക്കുന്നുണ്ട്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ സാറുണ്ട്. ഇവര് രണ്ടുപേരാണ് കുറച്ചെങ്കിലും ഇതില് ജനങ്ങൾക്ക് പരിചയമുള്ള പറയാവുന്നത്. സോ അവിനാഷ് സർ എന്ന് പറയുന്നത് കന്നഡയിൽ വളരെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. തമിഴിലും ഒരുപാട് അത് ചെയ്തിട്ടുണ്ട്. സോ കുറച്ചു നേരം മുമ്പ് പറഞ്ഞാണ്, അതായത് സാറിൻ്റെ കൂടെ ഒക്കെ ഞാൻ ചെറുപ്പം തൊട്ടേ സാറിൻ്റെ കുറേ ഫിലിംസ് ഒക്കെ ഞാൻ കണ്ട് വളർന്നതുകൊണ്ട് എനിക്ക് സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. സോ സാറും വളരെ ചില്ലായിരുന്നു. നമുക്ക് ഇനീഷ്യലി കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു, ഇപ്പോൾ സാർ എങ്ങനെയാണെന്ന് ആർക്കും അറിഞ്ഞില്ല. സോ നമ്മളൊരു സീനിയർ ആക്ടറാണ്, എങ്ങനെ അവർക്ക് എന്തൊക്കെ നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കണം അതൊന്നും നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ സാർ വളരെ ചില്ലായിരുന്നു, വളരെ എന്താ പറയുക ഹാപ്പി ആയിട്ടായിരുന്നു ഓരോരോ സീൻസും സാർ വന്നത്. എല്ലായിടത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു സാർ ഉണ്ടായിരുന്നത്. സോ പക്ഷെ സാറിന് ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിരുന്നു. സാറിന് കന്നഡ മാത്രമേ അത്രയും, അത് കമ്പയർ ടു മലയാളം ഓർ കന്നഡ എന്ന് പറയുമ്പോൾ സാറിന് കന്നഡ മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ കുറേ സീൻസ് ഞാൻ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഒരുപാട് സീൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വന്നത് മലയാളത്തിൽ. അപ്പൊ സാർ തമിഴില് ഒരു ഡയലോഗ് പറയുമ്പോൾ നമ്മൾ മലയാളത്തിലാണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത്. സോ അതിന്റെ അതൊരു ഫൺ മൊമെന്റ് ആയിരുന്നു. പിന്നെ ഒരു സീനിൽ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മള്, അച്ഛനും മോനുമാണല്ലോ. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തമിഴിലാണ് സാറ് പറയുന്നത്. ഞാനപ്പാട് ആ അപ്പ, മലയാളത്തിൽ അച്ഛന്ന് പറഞ്ഞു ആ അപ്പ, ഓക്കെ അപ്പ, അപ്പം നേരത്തെ വന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ എല്ലാം മിക്സഡ് ആയി പോകും. ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവിനാഷ് സാറാണെങ്കിലും സീമ ചേച്ചി ആണെങ്കിലും ഇവർ രണ്ട് സീസൺഡ് ആക്ടേഴ്സിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവര് ഏതൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ അവരത് സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രിവ്യൂ കാണുമ്പോഴാണെങ്കിൽ അവർ സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമുക്ക് ഒരു തരത്തിലുള്ള പ്രശ്നമൊന്നുമില്ല. അത്ര ഏത് സാഹചര്യത്തിൽ അവർ സിമ്പിൾ ആയിട്ട് അതന്നെ അഡാപ്റ്റ് ചെയ്യും. അത് അവരുടെ ഇത്രയും കാലത്തെ വർഷത്തെ ഒരു പരിചയമാണല്ലോ. അവർക്ക് ക്യാമറ വയ്ക്കുമ്പോൾ അവർക്ക് അറിയാം അവർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും എനിക്ക് ഇഷ്ടമായ കാര്യം എന്താ വെച്ചാൽ എൻഡ് ഓഫ് ദ ഈ എന്താണ് ഷൂട്ടൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കും അവരും തമ്മിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ആയി. സോ ഞാനും ഇപ്പം മോഹൻ എന്നാണ് മൈൻഡില്, അഭിയും ഞാനും ഇപ്പോ സീമ മാമിനെ വിളിക്കുന്ന അമ്മ തന്നെ, മാം എന്ന് വിളിക്കാൻ പോലും സീമമ്മനെ വിടത്തില്ല. സോ അത്രയും നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ആയിട്ട് അങ്ങനെ അത്രയും നല്ലൊരു ടീമായിരുന്നു ഇത് കംപ്ലീറ്റ്ലി ഇത് ക്യാരി ത്രൂ ചെയ്തത്. സോ അത് കാരണം തന്നെ ആ ഒരു ടീം എഫേർട്ട് നമുക്ക് ഇതിൽ വളരെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും, എത്രത്തോളം നമ്മൾ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന്. കുറച്ച് ചങ്ങാതിമാരെ കൂടി ഒരു ട്രിപ്പ് പോയത്, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. മൂവി ഷൂട്ടാണ്, ടെക്നീഷ്യൻസ് വേറെ, ആർട്ടിസ്റ്റ് വേറെ, ക്രൂ മെമ്പേഴ്സ് അങ്ങനെയൊന്നുമില്ല, നമ്മളെല്ലാം ഒറ്റക്കെട്ടായി. ടെക്നീഷ്യൻസും വേറെ ലെവൽ ഫണ്ടായിരുന്നു. നമ്മളിതൊക്കെ ആണെങ്കിലും ഇത് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുമ്പോൾ പ്രേക്ഷകർ എന്താണ് അച്യുതാവതാരത്തെ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളിത്രയും ജോളിയായിട്ട് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഒരു വിഷയത്തിനെ വളരെ സിമ്പിളായിട്ട് നമ്മളത് പറയാൻ ശ്രമിച്ചു. ആരും തന്നെ സ്ട്രെയിൻ എടുക്കാതെ, ആർക്കും ആരുടെ മുകളിലും വലിയ സ്ട്രെസ് അനുഭവിക്കാതെ ഒരു പ്ലോട്ടിനെ പറഞ്ഞു. അപ്പോൾ അതിന് പുറകിലുള്ളൊരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ടർ തന്നെ. പുള്ളി എഴുതിയതും പുള്ളി സംവിധാനം ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇട്ടതും ആ ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളൊരു വർക്കായതുകൊണ്ട് തന്നെ പലരെയും സമീപിച്ചതായിട്ടൊക്കെ നമുക്കറിയാം. അപ്പോൾ പക്ഷേ ആരും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, കാരണം ഒരു പൈസ ഇറക്കുക എന്ന് പറയുമ്പോൾ അത് കമേഴ്ഷ്യലി പൈസ ഇറക്കുമ്പോൾ തിരിച്ച് കിട്ടുക എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അവനവൻ്റെ ഒരു ചിന്തയ്ക്ക് അവനവൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡിന് ആരോഗ്യമുണ്ട് എന്ന് ഒരു അച്ഛനോ അമ്മയോ കരുതുന്ന പോലെ തന്നെ ആ കുട്ടിക്ക് ആരോഗ്യമുണ്ടെന്ന് ആ അച്ഛനും അമ്മയ്ക്കും അറിയാം. എന്ന് പറഞ്ഞ പോലെ ആ പാരൻ്റ് എന്ന് പറയുന്ന രീതിയിൽ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ പുനീത് അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു ധൈര്യം തന്നെയാണ് ഈ വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും ഫണ്ണാവാൻ കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് ഇതിൻ്റെ അകത്തുള്ള ടെക്നിക്കൽ ടീമായിട്ട് വന്നിട്ടുള്ള, ഐ മീൻ എക്സ്പെർട്ട് ടെക്നീഷ്യൻസ് അല്ല, ഇതിൻ്റെ അസോസിയേറ്റ് ആയിട്ടും അസിസ്റ്റൻസ് ആയിട്ടും ഒക്കെ ഗ്രൂപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയത് ഒരു കൂട്ടം സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കളെ അവിടെ നിന്ന് കിട്ടിയ വൈബ് തന്നെയാണ് ഇതിലെ ആക്ടേഴ്സായിട്ട് ഞങ്ങൾ പെട്ടെന്ന് സുഹൃത്തുക്കളായതും ഞങ്ങളുടെ ഉള്ളിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായതും
ഞങ്ങളെല്ലാവരും മറ്റൊരാളുടെ ഒരാളുടെ സീൻ എടുക്കുന്ന സമയത്ത് നമ്മൾ അവരെ എങ്ങനെ നമുക്ക് സഹായിക്കാം, അല്ലെങ്കിൽ ആ സീനിൽ എങ്ങനെ നമുക്ക് ഇൻപുട്ട് കൊടുക്കാം, ഇതെല്ലാ ലൊക്കേഷൻസിലും ഇവൻ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്ന ഒരു കോമൺ ലൊക്കേഷനാണ്. പിന്നെ കുറേ അല്ലാത്ത ഷൂട്ടുകൾ വേറെ ബാംഗ്ലൂരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മെയിൻ ലൊക്കേഷനകത്ത് നമ്മൾക്ക് ഈ ഒരു സൗഹൃദം, ഈവൻ ആ ഷൂട്ട് നടന്ന പ്രധാനപ്പെട്ട ഇവർ വീടായിട്ടുള്ള ആ വീട്ടിലെ ആളുകളുമായിട്ടുണ്ടായിട്ട് നമ്മൾക്കുള്ള ബന്ധം, അവർ തന്നിട്ടുള്ള കോപ്പറേഷൻ, അവർ ആ വീട് മുഴുവൻ നമ്മൾ ഉപയോഗിക്കാനുള്ള പോലെ തുറന്നിട്ടിരിക്കുകയായിരുന്നു. അതെനിക്കൊണ്ട് സുഹൃത്തിന്റെ വീടാണ്. അപ്പം ഇത് നമ്മൾ താമസിച്ചൊക്കെ മുടിപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് കാസർഗോഡ് ബോർഡറാണ്, കേരളത്തിൻ്റെ കർണാടകയുടെ ബോർഡറാണ്. അപ്പോൾ നമുക്കവിടെ കുറച്ച് മലയാളികളെയും കാണാം, കുറച്ച് കന്നഡിഗാസിനെയും കാണാം. അപ്പോൾ ഉള്ളിലേക്കുള്ളൊരു റിമോട്ട് ഏരിയയാണ്. അപ്പോൾ അവിടുത്തെ ഭൂപ്രകൃതി, അവിടെ പോണ അരുവിയുണ്ട്. പിന്നെ ഒരു 10 ഏക്കറോ മറ്റുള്ള ഈ തെങ്ങും കവുങ്ങും ഒക്കെ ഉള്ള വലിയ തോട്ടത്തിനുള്ളിലാണ് ഈ വീടുള്ളത്. നമുക്കവിടെ റേഞ്ച് കിട്ടില്ല. അപ്പോൾ അത് കാരണം നമുക്ക് ആ സമയം കൂടെ നമ്മൾ ചാറ്റ് ചെയ്യാനോ വിളിക്കാനോ നമുക്ക് ഓപ്ഷൻ ഇല്ല. ഒരു കാട്ടിനുള്ളിലാണ്. അപ്പോൾ ആ സമയം കൂടെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ഇടപെടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ സൈബർ ക്രൈമിനെ കുറിച്ച് പറയുമ്പോൾ, ഈ ഫോൺ യൂസേജിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള കുറച്ച് വ്യക്തികൾ ഒരു സ്ഥലത്ത് ഒരു പണിക്ക് വേണ്ടി വരുമ്പോൾ നമ്മളവിടെ നമ്മുടെ സ്വന്തം ലോകത്ത് ലോസ്റ്റായി പോയിട്ടില്ല. നമ്മളിപ്പോൾ ഇവരുടെ പോർഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങളവിടെ പോയി നിൽക്കും ഫുൾ ടൈം. കൊതുകടിയും തട്ടകടിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ കാട്ടില് അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു നന്മ, ആ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കുറേ എല്ലാവരും കൂടെ ഓർഗാനിക്കായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ. ഫുഡ് വരുന്ന സമയത്ത് എല്ലാവരും, ഡയറക്ടറും DOPയും എല്ലാവരും വന്നിട്ട് ആ ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിക്കുന്നു, അവര് വീട്ടിലിരുന്ന് കഴിക്കുന്നു. അപ്പോൾ കർണാടക ഫ്ലേവറുള്ള ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്, ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ പ്രേക്ഷകരിലേക്ക് എത്തുന്ന സമയത്ത് പ്രേക്ഷകർക്ക് ഈ കഥകളൊന്നും അറിയില്ല. അവർ കാണുന്നത് ഇതിൻ്റെ ഒരു എൻഡ് പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റ് എങ്ങനെ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് ഈ സിനിമയെ എങ്ങനെ കാണണം, അല്ലെങ്കിൽ പ്രേക്ഷകരെ ഏത് കണ്ണിലൂടെ, അല്ലെങ്കിൽ ഏത് തരം മൈൻഡ് സെറ്റിലാണ് ഈ സിനിമയ്ക്ക് മുമ്പിൽ ഇരിക്കേണ്ടത് എന്നുള്ളതാണ്. ജൂലൈ 17 നമ്മുടെ റിലീസ്. എന്തായിരിക്കും പ്രേക്ഷകർ എന്തൊരു മൈൻഡിലായിരിക്കണം നിങ്ങളുടെ ഒരു പടം? അതാണ് പ്രേക്ഷകർ വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിമ്പിളായിട്ടൊരു കഥ തുടങ്ങി അവസാനിക്കുന്ന പോലെ ലീനിയറായിട്ട് നമുക്ക് ഇങ്ങനെ ചാരി ഇരുന്ന് കഥ ആസ്വദിക്കാവുന്ന പോലെ ഇരുന്നാൽ ഒരു പക്ഷേ ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. നമ്മൾ അതിനിടയ്ക്ക് വർത്താനം പറഞ്ഞാൽ നമ്മൾ വാട്സപ്പ് നോക്കി അടുത്ത സീനിലേക്ക് നോക്കുമ്പോൾ തൊട്ടുമ്പോൾ കണ്ടതൊന്നും മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ട് മുഴുവനായിട്ടും അറ്റൻഷൻ കൊടുത്തുകൊണ്ട് അവസാനം വരെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യൽ മാത്രമല്ല, എപ്പോഴും ഒരു കല എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടന്റ് മനസ്സിലാവുന്നേക്കാൾ കൂടുതൽ ആ കല ഉണ്ടായ രീതിയിൽ, കല എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ട്രഡീഷണൽ ആർട്ട് ഫോംസ് ഒക്കെ നോക്കിയാൽ അറിയാം, കഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ അത് അരങ്ങിൽ വരുമ്പോൾ, സ്റ്റേജിൽ വരുന്ന സമയത്ത് അത് അവരെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ നമുക്ക് ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ അതിന് ഇതിൻ്റെ മ്യൂസിക്, ഇതിൻ്റെ ലൈറ്റിങ്, മൊത്തത്തിലുള്ള ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, അതുപോലെ തന്നെ ഇതിൻ്റെ വിഷ്വൽ ഗ്രാഫിക്സ്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വേണ്ട രീതിയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മ്യൂസിക് ഇതിൻ്റെ വലിയൊരു ഘടകമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിന് പാട്ടുകളാണെങ്കിലും ഇതിൻ്റെ BGM ആണെങ്കിലും കൃത്യമായിട്ടും ഈ കഥയ്ക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ കഥ പറയുന്ന ലാൻഡ്സ്കേപ്പിന് ആവശ്യമുള്ള രീതിയിൽ ചേർത്തിട്ടുണ്ട്.